വർഷങ്ങളായി സോണിയാഗാന്ധി മത്സരിച്ചു ജയിച്ചിരുന്ന റായ്ബറേലി മണ്ഡലത്തിൽ മകൻ രാഹുൽ അംഗം കുറിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അമേഠിയിൽ നിന്ന് മാറി രാഹുൽ റായ്ബറേലിയിൽ എത്തുമ്പോൾ ചോദ്യചിഹ്നമായി കിടക്കുന്നത് വയനാട് മണ്ഡലമാണ്. എന്നാൽ വയനാട്ടിൽ വരാനിരിക്കുന്നത് വലിയ മാറ്റമാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. രാഹുൽ റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് സ്വാഭാവികമായി രാജിവെക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരാളായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തുമെന്നാണ് ചില വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിന്റെ ഒരുക്കങ്ങളായിരുന്നു ഇതുവരെ നടന്നതെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. വയനാട്ടിൽ രാഹുൽ ആയാലും പ്രിയങ്കയായാലും ഇനി കോൺഗ്രസിന്റെ പേരിൽ ആരെ നിർത്തിയാലും ജയം ഉറപ്പാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇക്കാരണം കൊണ്ട് തന്നെ രാഹുലിനെയും പ്രിയങ്കയെയും ഒരുമിച്ച് പാർലമെന്റിൽ എത്തിക്കാനുള്ള വഴി ഇത് തന്നെയാണെന്നാണ് അവർ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന കാലം മുതൽ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെ BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്ന കാര്യമാണ് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി എന്നത്. റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ ഇക്കാര്യം കൂടിയാണ് രാഹുലിന് മാറ്റിയെഴുതാൻ കഴിയുക. എന്നാൽ പ്രിയങ്കയുടെ വരവ് ഇതുവരെ ഉറപ്പായിട്ടില്ല. അതിനാദ്യം രാഹുൽ റായ്ബറേലി കീഴടക്കണം എന്നതാണ് സ്ഥിതി. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെല്ലാം കോൺഗ്രസിനെ തുണച്ച മണ്ഡലമായിരുന്നിട്ട് കൂടി 2019 തിരഞ്ഞെടുപ്പിൽ ഇവിടെ സോണിയയ്ക്ക് ഭൂരിപക്ഷം കുറഞ്ഞു എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. ഇനി മറ്റൊരു കൂട്ടർ വാദിക്കുന്നത് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് രാഹുൽ മാറി ചിന്തിക്കാൻ കാരണമായതെന്നാണ്. അത് രാഹുലിന്റെ ഭൂരിപക്ഷത്തിൽ കാര്യമായ ഇടിവ് ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. 4 ലക്ഷം പേരാണ് ഇക്കുറി മണ്ഡലത്തിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കാതെ വിട്ടത്. ഇത് സാമാന്യം വലിയൊരു സംഖ്യയാണ്. ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷം 3 ലക്ഷത്തിലേക്ക് താഴ്ന്നാൽ പോലും പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും ക്ഷീണം തന്നെയാണ്. അതിൽ അന്തിമ വിധി അറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. അതിനുശേഷമാവും വയനാടിന്റെയും ഭാവി അറിയുക. ഇനി ഒരു പക്ഷേ രാഹുൽ വയനാടിനെ കൈവിടാതിരിക്കാനും സാധ്യതകൾ ചിലർ പങ്കുവെക്കുന്നുണ്ട്. ഇനിയുള്ളതെല്ലാം വോട്ടെടുപ്പിന് ശേഷം കണ്ടുതന്നെ അറിയണം. അതേസമയം കോൺഗ്രസിന്റെ തട്ടകമാണ് റായ്ബറേലി ലോക്സഭാ മണ്ഡലം. ഇന്ദിരാഗാന്ധിയും ഭർത്താവ് ഫിറോസ് ഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും മത്സരിച്ച് വിജയിച്ച മണ്ഡലം. ഇടക്കാലത്ത് നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള അരുൺ നെഹ്റു 2 തവണ ജയിക്കുകയും ചെയ്തു ഇവിടെ. കഴിഞ്ഞ തവണ 1.60 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ റായ്ബറേലിയിൽ പ്രിയങ്ക എത്തുമെന്നായിരുന്നു പ്രചരണം. കുടുംബവാഴ്ച BJP പ്രചരണ ആയുധമാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്ക ഗാന്ധി പിന്മാറിയത്. അമേഠി മണ്ഡലം കോൺഗ്രസിന് അത്ര സുരക്ഷിതമല്ല എന്നാണ് വിലയിരുത്തൽ. ഇവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് സ്വാധീനമുണ്ട്. ഈ സാഹചര്യമാണ് റായ്ബറേലി മണ്ഡലം രാഹുൽ തെരഞ്ഞെടുക്കാൻ കാരണമായത്. ഇവിടെയുള്ള 7ൽ 5 സീറ്റും കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ SP-യുടെ കൈവശമാണ്. സോണിയാഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്ര ബിന്ദുവാകുന്നതിന് രാഹുൽ UP-യിൽ മത്സരിക്കണമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡും. വയനാടും റായ്ബറേലിയും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് വയനാട് മണ്ഡലം അദ്ദേഹം കൈവിടാനാണ് സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. 2ഇടത്തും രാഹുൽ ജയിച്ചാൽ വയനാടിനെ അദ്ദേഹം കൈവിടുമെന്ന് LDF വയനാട്ടിൽ പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ മണ്ഡലത്തോടുള്ള ഇഷ്ടം എപ്പോഴും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നതാണ് വസ്തുത. വയനാട്ടിൽ വരുമ്പോൾ വീട്ടിലെത്തുന്ന പ്രതീതിയാണ് എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് വയനാട്. രാഹുൽ മത്സരിക്കില്ലെങ്കിൽ ഈ സീറ്റ് വേണമെന്ന് സീറ്റ് വിഭജന വേളയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. ഏറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം മുസ്ലിം ലീഗ് ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ? ആരാകും സ്ഥാനാർത്ഥി? മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടുകൊടുക്കുമോ? ഇടതുപക്ഷത്തിനു വേണ്ടി വീണ്ടും ആനി രാജ എത്തുമോ? തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഇനി അന്തരീക്ഷത്തിൽ നിറയും.